പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരുപാടുണ്ടായിരിക്കാം, പക്ഷേ ഒരൊറ്റ പേര്, ദ ബ്രാൻഡ് ബ്ലാസ്റ്റേഴ്സ്. ആ ഒരു പേര് തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും നിലവിലെ നട്ടെല്ല്. കളി കാണാൻ ആൾ വരണമെങ്കിൽ അവിടെ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ള യാഥാർത്ഥ്യം ആരും മറന്നു പോകരുത്. ബ്ലാസ്റ്റേഴ്സ് ഇല്ലാതെ ഈ ഒരു ലീഗ് നടക്കും എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ നഷ്ടത്തിലേക്കുള്ള കുതിച്ചുചാട്ടം തന്നെയാണ്. അതുപോലെ ഒരു കണക്ക് തന്നെയാണ് ഇപ്പം ഗോവയിൽ നിന്നുള്ള പ്രമുഖ മാധ്യമപ്രവർത്തകനും ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഗോവൻ കറസ്പോണ്ടന്റുമായിട്ടുള്ള മാർക്കസ് മറുകുല പുറത്തുവിട്ട റിപ്പോർട്ട്. മറുകുല അല്ല, ഓൾറെഡി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത് തന്നെയാണ്. കഴിഞ്ഞ സീസണിലും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മത്സരം ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെയും മോഹൻ ബഗാന്റെയും മത്സരം കാണാനായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത്. അത് കളിക്കളത്തിലായിരിക്കും. കളിക്കളത്തിലാണെങ്കിലും ടി വി സ്ക്രീനിന് മുന്നിലാണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുത് തന്നെയാണ്. അതിനെ മറികടക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. രണ്ടാം സ്ഥാനത്ത് മാത്രമാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യവും പ്രൗഢിയുള്ള പെരുമയും പേറുന്ന കൊൽക്കത്ത ഡർബി എന്നറിയപ്പെടുന്ന മോഹൻ ബഗാന്റെയും ഈസ്റ്റ് ബംഗാളിൻ്റെയും കൊമ്പുകോർക്കൽ കാണാനുണ്ടായിരുന്നു. അതായത് കൊൽക്കത്ത ഡർബി കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ കണ്ടത് ബ്ലാസ്റ്റേഴ്സിൻ്റെയും മോഹൻ ബഗാന്റെയും മത്സരം തന്നെയാണെന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നട്ടെല്ല് ദ ബ്രാൻഡ് ബ്ലാസ്റ്റേഴ്സ് ആണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കണം. ബ്ലാസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ISL ഇല്ല. സോ ബ്ലാസ്റ്റേഴ്സ് ഇല്ലാതെ ISL നടക്കും എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് വെറും പ്രചരണം മാത്രമാണ്. നത്തിങ് മോർ ദാൻ ദാറ്റ്.